മാത്തമെറ്റിക്സ് ഓഫ് ഫിനാൻസ് എന്ന് പറയുന്ന മാത്സിനകത്ത് വരുന്ന 4th ചാപ്റ്റർ അല്ലേ. അതിനകത്ത് ആ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് കുറച്ച് ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. അതായത് ലീസിന് എടുക്കണോ വേണ്ടേ, സിങ്കിങ് ഫണ്ടിൻ്റെ ഒരു കേസ്, നെറ്റ് പ്രസൻറ്റ് വാല്യൂ, പെർപ്പിച്വിറ്റി സംതിങ്, അങ്ങനെ കുറച്ച് കുഞ്ഞു കുഞ്ഞു കേസുകൾ വരുന്നുണ്ട്. അപ്പോൾ അവിടെ വരുന്നൊരു ടോപ്പിക് ഉണ്ട്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഡിസിഷൻ മേക്കിംഗ്. ഒരു അസറ്റ് സംതിങ്, ഒരു മെഷീനറി, ഓക്കെ വാട്ടെവർ, ഒരു മെഷീനറി മേടിക്കണോ വേണ്ടേ. ഒരാളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് ടൂളാണ്. കാരണം ഈ മെഷീനറി മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ലാഭമാണോ നഷ്ടമാണോ എന്ന് ഡിസൈഡ് ചെയ്തിട്ട് വേണം ആ മെഷീനറി മേടിക്കണോ വേണ്ടതെന്ന് തീരുമാനിക്കാൻ. സോ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ അവിടെ വരുന്നുണ്ട്. എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ, ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ക്വസ്റ്റ്യൻ, അതാണ് ഇനി നമ്മളൊന്ന് ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം അല്ലേ. ഈ മെഷീൻ ക്യാൻ ബി പർച്ചേസ്ഡ് ഫോർ ₹50,000. 50,000 രൂപ മുടക്കി കഴിഞ്ഞാൽ എനിക്കൊരു മെഷീനറി മേടിക്കാൻ പറ്റും. ഓക്കെ, മെഷീൻ വിൽ കോൺട്രിബ്യൂട്ട് ₹12,000 per year ഫോർ ദ നെക്സ്റ്റ് 5 years. അങ്ങനെ ഞാൻ മെഷീനറി മേടിച്ച് കഴിഞ്ഞാൽ അടുത്ത 5 വർഷത്തേക്ക് എല്ലാ വർഷവും ₹12,000 വെച്ച് മെഷീനറിയിൽ നിന്നും എനിക്ക് എക്സ്ട്രാ പ്രോഫിറ്റ് സംതിങ് എന്തോ കിട്ടും. ഓക്കെ, അസ്യൂം ബോറിംഗ് കോസ്റ്റ് ഈസ് 10% per annum. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10% ആണെന്ന് എനിക്ക് തന്നിട്ടുണ്ട്. ഡിറ്റർമിൻ വെദർ ദ മെഷീൻ ഷുഡ് ബി പർച്ചേസ്ഡ് ഓർ നോട്ട്. ഇതാണ് ക്വസ്റ്റ്യൻ. മെഷീനറി മേടിക്കണോ വേണ്ടേ, ആര് തീരുമാനം എടുക്കണം? നമ്മൾ തീരുമാനം എടുക്കണം. എങ്ങനെ ചെയ്യുമെന്നുള്ള കേസാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ശരിക്കും ശ്രദ്ധിച്ചോണ്ടേ, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കേസാണ്. ആദ്യം ഈ തന്ന ക്വസ്റ്റ്യൻസിനെ ഞാൻ പിക്ചറൈസ് ചെയ്ത് കാണിച്ചു തരാം. എങ്ങനെയാണ് അവർ പറയുന്നത്. 50,000 rupees മുടക്കി ഞാൻ ഇന്നൊരു മെഷീനറി മേടിച്ചു കഴിഞ്ഞാൽ ഒരു വർഷം കഴിയുമ്പം എനിക്ക് ആ മെഷീനറിയിൽ നിന്നും ഒരു ₹12,000 കിട്ടും. അടുത്ത വർഷം വീണ്ടും ഒരു ₹12,000 കിട്ടും. 3rd ഇയറിൽ വീണ്ടും ഒരു ₹12,000 കിട്ടും. 4th ഇയറിൽ വീണ്ടും ഒരു ₹12,000 കിട്ടും. ആൻഡ് 5th ഇയറിൽ വീണ്ടും ഒരു ₹12,000 കിട്ടും. ഇങ്ങനെ 5 വർഷത്തേക്ക് എനിക്ക് കിട്ടും എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ 50,000 നമ്മുടെ കയ്യിൽ നിന്ന് ചിലവായി പോകുന്ന എക്സ്പെൻസ് അല്ലേ. ഓക്കെ, അത് എന്ന് കയ്യിൽ നിന്ന് പോകുന്നതാ? ഇന്ന് പോകുന്നതാ. വിച്ച് മീൻസ് ഈ 50,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസന്റ് വാല്യൂ ആണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം അല്ലേ. 50,000 രൂപ ഞാൻ ഇന്ന് കൊടുത്താലല്ലേ മെഷീനറി എനിക്ക് ഇന്ന് കിട്ടത്തുള്ളൂ. അപ്പം ഇന്ന് എൻ്റെ കയ്യിൽ നിന്ന് പോകുന്ന ക്യാഷ് എന്ന് പറഞ്ഞാൽ പ്രസന്റ് വാല്യൂ അല്ലേ. ഓക്കെ, ഇനി ഓരോ വർഷവും എനിക്ക് കിട്ടുന്ന അല്ലെങ്കിൽ കിട്ടാൻ പോകുന്ന ഈ ₹12,000 അല്ലേ, ഓരോ വർഷവും നമുക്ക് കിട്ടാൻ പോകുന്ന ഈ ₹12,000 അടുത്ത 5 വർഷത്തേക്ക് കിട്ടും. അത് മുഴുവൻ ഇന്ന് ഒന്നിച്ച് നമുക്ക് കിട്ടുവാണെങ്കിൽ, ഇന്ന് കിട്ടൂല അത് വേറെ കാര്യം, ഒരു പക്ഷേ അത് മുഴുവൻ ഇന്ന് ഒന്നിച്ച് നമുക്ക് കിട്ടുവാണെങ്കിൽ 12,000 ഈ 5 വർഷത്തേക്ക് കിട്ടുന്ന 12,000 ഇന്ന് ഒന്നിച്ച് തരുവാണെങ്കിൽ എത്ര രൂപയുണ്ടാവും? സോ അതിന് ഇന്നത്തെ വാല്യൂ കാണണം, പ്രസന്റ് വാല്യൂ കാണണം. ഓക്കെ ആണല്ലോ. പ്രസന്റ് വാല്യൂ കാണാൻ ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട്. എനിക്ക് ഈസി ആയിട്ടുള്ള ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് GT വെച്ച് ചെയ്യുന്ന ഇക്വേഷനാണ്. ഞാൻ അതൊന്ന് യൂസ് ചെയ്യുവാണ്. A into sigma 1 divided by 1 plus I to the power n. Present value, annuity, regular equation. ഓക്കെ ആണല്ലോ. പ്രസന്റ് വാല്യൂ, ആനുവിറ്റി, റെഗുലർ ഇക്വേഷൻ. അറിയുന്ന വാല്യൂസ് ഒക്കെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. എയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ പീരിയോഡിക് പേയ്മെന്റ്സ് ആണ്, ₹12,000 ആണ്. ഇൻറ്റു സിഗ്മ 1 divided by 1 plus I 10%. സോ 0.1 to the power n എന്ന് പറയുന്നത് 5. സോ ഇത് ഞാൻ കാൽക്കുലേറ്ററിനകത്ത് എങ്ങനെ ചെയ്യാം? ഞാൻ ജസ്റ്റ് ആ സ്റ്റെപ്പ് ഒന്ന് എഴുതി തരാം. കാൽക്കുലേറ്ററിനകത്ത് ചെയ്യുന്ന സ്റ്റെപ്പ് GT ഉള്ള കാൽക്കുലേറ്റേഴ്സിനകത്തേ ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. 1 divided by 1.1, ഇവിടെ 5 അല്ലേ വന്നിട്ടുള്ളത്. സോ 1 2 3 4 5 ടൈംസ് ഈക്വൽ ടു അടിക്കുക, GT അടിക്കുക, ഇൻറ്റു 12,000 ഈക്വൽ ടു. ഞാനൊന്ന് ചെയ്ത് നോക്കട്ടെ, എത്ര ആൻസർ കിട്ടുന്നത് നമുക്കൊന്ന് അറിയണമല്ലോ. 1 2 3 4 5 ഇൻറ്റു 12,000 അല്ലേ. എനിക്ക് കിട്ടിയ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസന്റ് വാല്യൂ ഈക്വൽ ടു 45,489. ഇതാണ് എനിക്ക് കിട്ടിയ ആൻസർ. ഓക്കെ, അതിനർത്ഥം എന്താ? ആ വാല്യൂ ഞാൻ ഇങ്ങോട്ട് മാറ്റി എഴുതുവാണ്. 45,489. ഓക്കെ, അതിനർത്ഥം ഓരോ വർഷവും എനിക്ക് കിട്ടാൻ പോകുന്ന 12,000 ഇന്ന് ഒന്നിച്ച് കിട്ടുവാണെങ്കിൽ വിച്ച് ഈസ് ഈക്വൽ ടു 45,489. അതിനർത്ഥം ഇന്ന് എൻ്റെ കീശയിൽ നിന്ന് 50,000 രൂപ എക്സ്പെൻസ് ആയിട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ചെനിക്ക് കിട്ടുന്നത് എത്രയാ? 45,489. ലാഭവും നഷ്ടമോ?
നമുക്കിവിടുന്ന് ഡിസൈഡ് ചെയ്യാം അല്ലേ? എങ്ങനെ ഡിസൈഡ് ചെയ്യാം? 45,489 എന്ന് പറയുന്നത് ലെസ് ദാൻ 50,000 ആണ്. കയ്യിൽ നിന്ന് ആരെങ്കിലും 50,000 രൂപ ചെലവാക്കിയിട്ട് തിരിച്ച് 45,000 തന്നാൽ മതി എന്ന് പറയുമോ? ഇല്ല. സോ നമ്മൾ പറയും എന്ത്? മെഷീനറി ഷുഡ് നോട്ട് ബി പർച്ചേസ്ഡ്. മെഷീനറി ഷുഡ് നോട്ട് ബി പർച്ചേസ്ഡ്. ഈ മെഷീനറി നമുക്ക് വേണ്ട. കാരണം എന്താ? ഈ മെഷീനറി മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമാണ് അല്ലേ? അപ്പൊ നിങ്ങളോട് ചോദിക്കുവാണ് ഈ ഒരു പ്രൊഡക്റ്റ് മേടിക്കാൻ 50,000 രൂപ. അപ്പൊ നമ്മളൊരു പ്രൊഡക്റ്റ് മേടിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? നമുക്ക് അതിൽ നിന്ന് വെറുതായിട്ട് അല്ലെങ്കിൽ അതിനകത്തുനിന്ന് ഒരു ഇൻകം അതിൽ കൂടുതൽ കിട്ടാനല്ലേ? സോ 50,000 50,000 റുപ്പീസ് മുടക്കി കഴിഞ്ഞാൽ എനിക്ക് തിരിച്ച് കിട്ടുന്ന 45,489 ആണ്. പിന്നെ എന്തിനാ വെറുതെ റിസ്ക് എടുത്ത് നമ്മൾ മെഷീനറി മേടിക്കുന്നത്? സോ മെഷീനറി ഷുഡ് നോട്ട് ബി പർച്ചേസ്ഡ്. ഇതാണ് ഇതിന്റെ ഈസി ആയിട്ടുള്ള മെത്തേഡ്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെറ്റ് പ്രസന്റ് വാല്യൂ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചെയ്യാം. ഈ ഒരു പ്രൊപ്പോസൽ ആക്സെപ്റ്റ് ചെയ്യണോ റിജക്ട് ചെയ്യണോ അതൊക്കെ ചെയ്യാം. സോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ ബൈ.